ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നതാ ഞാൻ മൗസിൽ പോയി കഴിച്ചതിന് ശേഷം ഞാനൊന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള അവിൽ മിൽക്കാണ് കടയിൽ പോയാൽ കിട്ടുക. പക്ഷേ 70 ഒരു 90 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഒക്കെ 70-90 പക്ഷേ വെറും 40 രൂപയ്ക്ക് നല്ല അടിപൊളി അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അത്രയ്ക്ക് സിമ്പിളുമാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സാധനവും വാങ്ങണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ സാധനം വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അവിൽ മിൽക്കിൻ്റെ കിറ്റാണ്. വെറും 40 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന 3 ഈത്തപ്പഴവും പിന്നെ ചെറുപഴവും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പാലുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കിറ്റിന് വില വരുന്നത് വെറും 40 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കുക. അത് മാത്രമല്ല ചെറിയ ഗ്ലാസ്സാണ്, മീഡിയം സൈസ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 10 പേർക്ക് കുടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നല്ല വലിയ ഹൈറ്റുള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് നന്നായിട്ട് വയറ് നിറയെ കഴിക്കാൻ മാത്രമുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കാം. ഒരു പാലും പാക്കറ്റും ഒരു പാലിൻ്റെ മിൽമ പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഇത്രയും. പൊരിയാവൽ, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ പൊട്ടുകടലയുണ്ട്, പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ട്, പിന്നെ കോൺഫ്ലെക്സിൻ്റെ കുറച്ചുണ്ട്. എല്ലാം കുറേശ്ശെ ആയിട്ടാണെങ്കിലും ഇൻഗ്രീഡിയൻസ് മൊത്തമുണ്ട്. ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ ഒക്കെ അതും ചേർക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ കാണിച്ചില്ല, ഇതിൽ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വാനില പൊടിയും പിന്നെ ഇതുപോലുള്ള ഷുഗർ ബോൾസും ചെറിയ കുഞ്ഞു കളറിലുള്ള. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, അതൊക്കെ ഈ പാക്കറ്റിലുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തണുപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തണുപ്പിച്ച പാലെടുത്ത് അതിലേക്ക് നമ്മൾ വാനിലാൻ്റെ നമ്മളെ എസൻസ് ഇല്ലേ, ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 2 കുഞ്ഞു സ്പൂണൊന്ന് ചേർത്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വാനിലാൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഈ ഒരു പാലിലേക്ക് നമ്മൾ വാനില പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഈത്തപ്പഴം നമ്മൾ സോക്ക് ചെയ്തിട്ട് അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ 3 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലും ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക. അതിനുശേഷം തന്നെ ഒരു 4 ചെറിയ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം, ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 3 കപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നെന്താ പഴമൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറേശ്ശെ നമ്മളെ തണുപ്പിച്ച പാലില്ലേ, ആ തണുപ്പിച്ച പാലിൽ നിന്ന് കുറച്ച്, അധികമൊന്നുമില്ല, ഒരു 1/2 ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1/2 ഗ്ലാസ് പാൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പഴവും ഈത്തപ്പഴവും പഞ്ചസാരയും കൂട്ടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ മിക്സ്, പഴവും ഈത്തപ്പഴവും പഞ്ചസാരയും. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു വലിയൊരു അവിടുന്ന് അവൽ മിൽക്കിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 വലിയ ടേബിൾ സ്പൂണോളം തന്നെ പറയാം, എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 വലിയ ടേബിൾ സ്പൂണോളം തന്നെ നമ്മളെ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് 1/4 കപ്പ് മെഷർമെൻറ്റിൻ്റെ കപ്പാണ്, അതുകൊണ്ട് തന്നെ പൊരിയാവിൽ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തണുത്ത പാലില്ലേ നേരത്തെ എടുത്ത് വെച്ച് അതൊന്ന് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വീണ്ടും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇത് നമ്മൾ ഐസ്ക്രീമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിച്ച് ആവും. പക്ഷേ നമ്മളിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ പാലൊക്കെ ഒഴിച്ച് നല്ല തണുത്ത പാൽ ഐസിൽ വെച്ച് തണുപ്പിച്ച പാൽ തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ആ പാക്കറ്റിലുള്ളത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എടുത്ത് ചെറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതാ പൊട്ടുകടല ഇതിൽ പാക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ പൊട്ടുകടല ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ എക്സ്ട്രാ നിലക്കടല കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ നിലക്കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പൊട്ടുകടല ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ നട്ട്സ് ബദാം പിസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായതുകൊണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഈ ഒരു 40 രൂപേൻ്റെ പാക്കറ്റിലുള്ളത് തന്നെ അവൈലബിൾ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതല്ല ഇങ്ങനെ കിറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം എന്താ കോൺഫ്ലക്സ് ചേർത്ത് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നിലക്കടല വറുത്തത്, അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് അതിൻ്റെ മുകളിൽ ആ ഷുഗർ ബോൾസും നമ്മുടെ ബൂസ്റ്റിൻ്റെ പൗഡറില്ലേ ആ ബൂസ്റ്റിൻ്റെ പൗഡറും പിന്നെ നട്ട്സൊക്കെ മുകളിൽ ഒന്നും കൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാ ഇതുപോലെ തയ്യാറാക്കി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കടയിലൊന്നും പോയി കഴിക്കണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതാ നട്ട്സൊക്കെ നല്ല വെതറി കൊടുത്താൽ അതിലും ടേസ്റ്റാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാം, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.